ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രംപ് താരിഫിനെതിരെ US കോർട്ടിന്റെ ആ ഒരു വിധി വന്നതിന് ശേഷം ശനിയാഴ്ച ഗിഫ്റ്റ് നിഫ്റ്റി 27,858 എന്ന ലെവലിൽ വരെ പോയിരുന്നു. അവിടെ ഒരു 300-400 പോയിന്റിന്റെ ഒരു ഹൈക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ 27,697 എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ശനിയാഴ്ച മൊത്തത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ശക്തമായ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിന്റെ ആ ഒരു പ്രതിഫലനം ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്ന് വമ്പിച്ച ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പൊതുവെ പ്രവചിക്കപ്പെട്ടിരുന്നെങ്കിലും അത് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇന്ന് ഏകദേശം ഒരു 100 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ 27,678 ഓപ്പൺ ചെയ്തിട്ട് 25,771 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും ഒരു ഘട്ടത്തിൽ 27,609 വരെ താഴുകയും ചെയ്തിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 25,700 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു. എന്നാലും ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ ഉയരത്തിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്ഷൻ ചെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈയസ്റ്റ് പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 27,500, 27,600, 27,700 എന്ന ലെവലിലൊക്കെയാണ്. കോൾ സൈഡിലാണെങ്കിൽ 26,000, 25,800 എന്നതൊക്കെയാണ് നിഫ്റ്റിയിലെ എക്സ്പയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ ഇപ്പോൾ 27,750, 27,800 ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിലവാരത്തിൽ വലിയ തോതിലുള്ള കോൾ റേറ്റിംഗ് കാണുന്നുണ്ട്. അതിനാൽ തന്നെ 27,800 കടക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. കൂടാതെ 26,000 എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ടും നിലകൊള്ളുകയാണ്. അപ്പോൾ ആ 26,000-ലാണ് ഹൈയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോഴും നിൽക്കുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവല് നിഫ്റ്റിയുടേത് നമ്മൾ നോക്കുകയാണെങ്കിൽ 27,550, 25,600 ലെവലാണ് നിലവിലുള്ള ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകൾ. ഈ ഒരു മേഖലയിൽ പുട്ട് റൈറ്റേഴ്സ് സജീവമാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു 25,600 നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്തത് ഒരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ നിൽക്കുന്നത് 27,400, 27,500 എന്ന ലെവലിലാണ്. ഏതായാലും 27,400 ഒരു ശക്തമായ സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ പുട്ട് കോൾ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.88 എന്ന ലെവലാണ്. ഇത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ നിലവിൽ വലിയൊരു ബുള്ളിഷ് തരംഗമില്ല എന്നാണ്. എന്നാൽ ഓവർസോൾഡ് സോണിൽ നിന്നും മെല്ലെ മെല്ലെ കരകയറാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അത് വലിയ തോതിലുള്ള വളറ്റിലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 25,600 ലെവല് തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു ലെവലാണ്. ഇന്ന് നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ആ മാർക്കറ്റിൻ്റെ ഒരു ബ്രെഡ്ത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ BSEയിൽ 42% സ്റ്റോക്കുകളാണ് അഡ്വാൻസ് ചെയ്തത്. 52% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്ര പോസിറ്റീവായിട്ടുള്ള താരിഫ് റിലേറ്റഡ് വാർത്തകൾ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ബ്രോഡ് മാർക്കറ്റിൽ അത് പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച ഏകദേശം 1% കൂടുതൽ അത് താഴോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബിയറിഷ്നെസ് തുടർന്നുകൊണ്ടിരിക്കുന്നതും മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നടക്കുന്നതിൽ ഒരു വിഘാതമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ മെറ്റൽ സ്റ്റോക്കിലും റിയാലിറ്റി സ്റ്റോക്കിലും കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇൻഡെക്സിലൊക്കെയാണ് നമ്മൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് കാണുന്നത്. ബാക്കി ഒരുവിധം എല്ലാം പോസിറ്റീവ് ക്ലോസിംഗ് ആണ് പൊതുവെ കാണുന്നത്. ഇന്നും ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ളത് PSU ബാങ്ക് ഇൻഡെക്സ് ആണ്. അതിൻ്റെ ആ ഒരു ജൈത്രയാത്ര അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും US സുപ്രീം കോടതി ട്രംപിൻ്റെ മുമ്പത്തെ ചില താരിഫ് ഉത്തരവുകൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ചെങ്കിലും അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ട്രംപ് 15% എന്നുള്ള പുതിയ ഗ്ലോബൽ താരിഫ് പ്രഖ്യാപിച്ചത് അത് നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ മാർക്കറ്റ് പെർഫോമൻസിൽ നിന്നും മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കൂടാതെ ഇന്ന് മാർക്കറ്റിലെ പൊതുവെ വലിയ നിരാശ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു IDFC ഫസ്റ്റ് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള 16% ഇടിവ്. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഹരിയാനയിലെ ഒരു ബ്രാഞ്ചിൽ 590 കോടിയുടെ ഒരു തിരിമറി നടന്നതാണ് ഈ സ്റ്റോക്ക് താഴോട്ട് പോകാൻ കാരണം. അപ്പോൾ 590 കോടി എന്ന് പറയുമ്പോൾ ഈ കമ്പനിയുടെ Q3 ലാഭം എന്ന് പറയുന്നത് 503 കോടിയാണ്. അതിനും കൂടുതലായിട്ടുള്ള ഒരു തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഹരിയാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടാണ്. അപ്പോൾ ആ പണം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 590 കോടിയോളം ഇവർ അവരുടെ പ്രൊവിഷനായിട്ട് വകയിരുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ Q4 ലാഭത്തിൽ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അത് ഉണ്ടാക്കുക. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടിങ് സംവിധാനങ്ങൾ അതിൻ്റെ ടെക്നോളജികളൊക്കെ വളരെ മികച്ചതാണെന്ന് പൊതുവെ അവകാശപ്പെടുന്ന ഒരു ബാങ്കാണ്. അവിടെയാണ് ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റ് കൺട്രോൾസ് ഒക്കെ അതിലുള്ള ഒരു വീക്ക്നെസ് ആണ് അത് തുറന്നു കാട്ടുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ വിശ്വാസ്യത കുറക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹരിയാന സർക്കാർ അവരുടെ പാനലിൽ നിന്ന് IDFC ഫസ്റ്റ് ബാങ്കിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ IDFC ബാങ്കിലേക്കുള്ള മറ്റ് സർക്കാർ നിക്ഷേപങ്ങളൊക്കെ വരുന്നതിന് വലിയ ഒരു തടസ്സമായിട്ട് നിൽക്കും. ഇപ്പോൾ 8 മുതൽ 10% വരെ കമ്പനിയുടെ ആ ഒരു നിക്ഷേപത്തെ ഇത് ബാധിച്ചേക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ CEO ആയിട്ടുള്ള V വൈദ്യനാഥൻ
നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നും ഒരു ശാഖയിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ അക്കൗണ്ടുകളിൽ മാത്രമാണ് ഇത് നടന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ തട്ടിപ്പ് നടന്ന പണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കൂടാതെ ഏകദേശം 35 കോടിയുടെ ഒരു എംപ്ലോയി ഇൻഷുറൻസ് കവറേജ് ഇതിനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു എമൗണ്ടും ഈ IDFC ഫസ്റ്റ് ബാങ്കിന് ഒരു റിക്കവറി ആയിട്ട് കിട്ടും. അതുപോലെ ബാങ്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് റീറ്റെയിൽ ബാങ്കിങ് അത് ശക്തമായിട്ട് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റിയെ ഇത് ലോങ് ടേമിലേക്ക് ബാധിക്കില്ലെന്നും വൈദ്യനാഥൻ ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ RBIയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇത് മൊത്തം ബാങ്കിങ് സെക്ടറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ പല ബ്രോക്കറേജ് ഹൗസുകളും ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ IDFC ഫസ്റ്റ് ബാങ്കിനെ സെല് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതും ആ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവാണ്. കാരണം പ്രമുഖ ഏജൻസികളായിട്ട് ഇൻവെസ്റ്റെക് അവരുടെ ഇതിൻ്റെ ടാർഗറ്റ് വില 105 നിന്ന് 92 കുറച്ചിട്ടുണ്ടെങ്കിലും അത് ഇപ്പോഴത്തെ വിലയേക്കാൾ കൂടുതലാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ മോട്ടിലാൽ ഒസ്വാൾ ഇതിന് ന്യൂട്രൽ റേറ്റിംഗ് കൊടുത്തിട്ട് നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നുമൂറ ഇപ്പോഴും 105 എന്നുള്ള ടാർഗറ്റ് വെച്ചുകൊണ്ട് ബൈ റേറ്റിംഗ് തന്നെയാണ്, അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തട്ടിപ്പ് കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള ക്യാപിറ്റലിനെ ബാധിക്കില്ലെന്നാണ് നമൂറയുടെ വാദം. എന്നാൽ സെൻട്രോം ബ്രോക്കിംഗ് കമ്പനിയുടെ പ്രകടനം ഇമ്മീഡിയറ്റ് ക്വാർട്ടറുകളിൽ മോശമാകാൻ സാധ്യതയുണ്ടെന്ന്, അതുകൊണ്ട് 59 എന്നുള്ള ഒരു ടാർഗറ്റ് പ്രൈസിലേക്ക് താഴ്ത്തിയതായിട്ടും കാണാം. ഏതായാലും ഈ സ്റ്റോക്കിൻ്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ KPMG നടത്തുന്ന ഫോറൻസിക് ഓഡിറ്റ് റിപ്പോർട്ട് ഒരു 4-5 ആഴ്ചകൾ കഴിഞ്ഞാൽ പുറത്തു വരും. ഈ റിപ്പോർട്ടിൽ പണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിവേഗത്തിൽ തന്നെ തിരിച്ചു കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഒരു ഷോർട്ട് ടേമിൽ ഈ വളറ്റിലിറ്റി തുടരാനുള്ള സാധ്യതയുമാണ്. 65-70 നിലവാരത്തിൽ ഈ സ്റ്റോക്ക് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് നിൽക്കാനാണ് സാധ്യത. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വീഴ്ച ആണെങ്കിലും ബാങ്കിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തകർച്ചയല്ല. എങ്കിലും പുതിയ നിക്ഷേപകർ ഫ്രഷായിട്ട് ബൈ ചെയ്യുന്നവർ ഈ ഒരു ഫോറൻസിക് ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പഴയ ഒരു സപ്പോർട്ട് ലെവലായിട്ടുള്ള 80-77 ഇപ്പോൾ ഒരു റെസിസ്റ്റൻസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോക്ക് തിരിച്ച് കയറുകയാണെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താലാണ് നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ വരുന്നത്. അപ്പോൾ നിലവിൽ ഈ സ്റ്റോക്ക് വിൽക്കണോ അല്ലെങ്കിൽ ആവറേജ് ചെയ്യണോ എന്ന കാര്യത്തിൽ സ്വാഭാവികമായ സംശയങ്ങളുണ്ടാവും. പക്ഷെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ആൻഡ് വാച്ചാണ് ഈ ഒരു ഘട്ടത്തിൽ പല വിദഗ്ധരും നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിൽ ഒരു 62-65 ലെവലിലൊക്കെ ഈ സ്റ്റോക്ക് പ്രൈസ് സ്ഥിരത നിലനിർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിലവിലെ നിക്ഷേപകർക്ക് ആവറേജ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. എന്നാലൊരു ഫ്രഷ് ബൈങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 75 മുകളിലേക്ക് പോയിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം ബൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിനൊപ്പം AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെയും ഈ ഹരിയാന ഗവൺമെൻറ് അവരുടെ പാനലിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഈ ഒരു പിക്ചറിൽ വരാനുള്ള കാരണം ഹരിയാന സർക്കാരിൻ്റെ മറ്റൊരു അക്കൗണ്ടിൽ അവിടെ നടത്തിയിട്ടുള്ള ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ചില ഇടപാടുകളാണ്. 47 കോടിയുടെ ഒരു ഇടപാടാണത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം സർക്കാർ AU സ്മോൾ ഫിനാൻസ് ബാങ്കിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൽ ഇത്തരമൊരു സംഭവം നടന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സർക്കാർ എല്ലാ അക്കൗണ്ടുകളും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമല്ലോ. അപ്പോൾ അത്തരം ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സംശയാസ്പദമായിട്ടുള്ള ഒരു ഇടപാട് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ സർക്കാർ ആരോപിക്കുന്നത് സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തെന്നും സെക്യൂരിറ്റി ക്രൈറ്റീരിയയിലൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും ഗവൺമെൻറ് സംശയിക്കുകയാണ്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ പല ഫണ്ടുകളും ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്ന ഫ്ലെക്സിബിൾ ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കുന്നതിന് പകരം കുറഞ്ഞ പലിശയുള്ള സേവിങ്സ് അക്കൗണ്ടുകളിൽ തന്നെ ബാങ്ക് നിലനിർത്തിയതായിട്ടും സർക്കാർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇതിന് നൽകുന്ന വിശദീകരണം തങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും KYC ഒക്കെ കൃത്യമായിട്ടാണ് അക്കൗണ്ടുകൾ തുറന്നതെന്നും എല്ലാ ഇടപാടുകൾക്കും കൃത്യമായ രേഖകളുണ്ടെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ ഏതൊരു അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരെ താൽക്കാലികമായിട്ട് അവർ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും AU സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഈ ഒരു വാർത്തയെ തുടർന്ന് ഏകദേശം 6-8% വരെ ഇടിഞ്ഞതായിട്ട് കാണാം. എന്നാൽ IDFC ഫസ്റ്റ് ബാങ്കിനെ അപേക്ഷിച്ചിട്ട് ഈ ഇടിവ് ഒരു നോർമലായിട്ടുള്ള ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇടിവാണ്. അപ്പോൾ തട്ടിപ്പ് നടന്നോ ഇല്ലയോ എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും ഈ രണ്ട് ബാങ്കുകൾക്ക് പുറമെ ഹരിയാന ഗവൺമെൻറ് തങ്ങളുടെ ബാങ്കിങ് നയത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് അവർ കൂടുതലായിട്ട് ഇനി പബ്ലിക് സെക്ടർ ബാങ്കുകളെ മാത്രം ആശ്രയിക്കുക എന്ന നിലപാടിലേക്ക് വരികയാണ്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഇനി ഫൈനാൻസ് മിനിസ്ട്രിയുടെ പ്രത്യേകമായിട്ടുള്ള മുൻകൂർ അനുമതി വാങ്ങണമെന്ന് കർശനമായ നിർദ്ദേശം ഹരിയാന ഗവൺമെൻറ്
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നൽകിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവം പൊതുവെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലുള്ള സ്റ്റോക്കുകൾക്ക് വലിയൊരു ആഘാതമുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം സർക്കാർ ഇനിയുള്ള പ്രൈവറ്റ് ബാങ്കുകളിലെ അവരുടെ അക്കൗണ്ടുകൾ വളരെ കെയർഫുള്ളായിട്ട് കോഷ്യസ് ആയിട്ടുള്ള ഒരു നിലപാടിലൂടെ ആയിരിക്കും കൈകാര്യം ചെയ്യുക എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ PSU ബാങ്കുകളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ് ഉണ്ടായതായിട്ട് കാണാം. ഇന്നത്തെ PSU ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ആ കയറ്റത്തിന് കാരണവും ഇത്തരത്തിൽ അവരുടെ വിശ്വാസം വർദ്ധിച്ചതുകൊണ്ടാണ്. ഇനി മറ്റൊരു സ്റ്റോക്കിലേക്ക് വന്നാൽ മോർപ്പൻ ലാബ്സ് ഇന്ന് ഏകദേശം 15% ഒരു റാലി നടന്നതായിട്ട് കാണാം. ഇതിന് കാരണമായിട്ടുള്ളത് അവർക്ക് കിട്ടിയ വലിയൊരു ഓർഡറാണ്. ഏകദേശം 825 കോടിയുടെ ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കമ്പനിയുടെ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു സിംഗിൾ കോൺട്രാക്റ്റിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന ഒരു ഓർഡറാണിത്. കാരണം ഇതൊരു ചെറിയ കമ്പനിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ അടുത്തൊരു 4-5 മാസത്തിനുള്ളിൽ ഇതിൻ്റെ എക്സ്പോർട്ട് നടക്കുമെന്നും കമ്പനി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബിസിനസ്സിലുള്ള ഒരു മേജർ ചേഞ്ചാണ് വരുന്നത്. ഒരു ഡ്രഗ് മാനുഫാക്ചേഴ്സ് എന്നതിലുപരി ഗ്ലോബൽ കമ്പനികൾക്ക് മരുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മാറുന്നുണ്ട് എന്നുള്ളത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ നിലവിലുള്ള ആ ഒരു ലെവൽ 45-47 എന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. 40-42 എന്നത് ഈ സ്റ്റോക്കിൻ്റെ നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. ഇനി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള IPOകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെയിൻ ബോർഡ് IPOകൾ 2 എണ്ണമാണ് ഇന്ന് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുള്ള ഗ്ലോഡിയം IVF വിമൻസ് ഹെൽത്ത് IPO, അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ 6.33% ആണ്. അപ്പോൾ അവിടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ ഒരു ഇടിവ് വന്നതായിട്ട് കാണാം. കാരണം കഴിഞ്ഞ ദിവസം അത് 10% അതുപോലെ ഇന്ന് ഓപ്പൺ ആയിട്ടുള്ള ക്ലീൻ മാക്സ് എൻവിറോയുടെ GMP പ്രതീക്ഷത്ര ഉയർച്ച കാണുന്നില്ല. തണുത്ത പ്രതികരണമാണ്. 0.17% ഒരു മുന്നേറ്റം മാത്രമാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ കാണുന്നത്. അതുപോലെ ശ്രീറാം ടിസ്റ്റെക്സിൻ്റെ ആ ടെക്സ്റ്റൈൽ മേഖലയുള്ള ഈ സ്റ്റോക്കിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ 6.25% ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ അതിൻ്റെ സൂചന ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.